നമസ്കാരം. ശുഭദിനത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ശ്വേതവരാഹകൽപ്പത്തിലെ 7ാമത്തെ ചതുർയുഗമായ വൈവസ്വത മന്വന്തരത്തിലെ 28ാമത്തെ ചതുർയുഗമാണ്. കലിയുഗം തുടങ്ങിയിട്ട് 5126ാമത്തെ വർഷമാണ്. ഇന്ന് കലിദിന സംഖ്യ വരുന്നത് 18,72,465ാമത്തെ ദിവസമാണ്. മലയാളത്തിലെ കൊല്ലവർഷക്കണക്കനുസരിച്ച് 1201 ചിങ്ങമാസം 27-ാം തീയതിയാണ്. ശകവർഷം 1947 ഭാദ്രപദ മാസം 21-ാം തീയതിയാണ്. ഗ്രിഗോറിയൻ കലണ്ടർ അനുസരിച്ച് 2025 സെപ്റ്റംബർ മാസം 12-ാം തീയതിയാണ്. ഇത് കൃഷ്ണപക്ഷമാണ്. കൃഷ്ണപക്ഷത്തിലെ പഞ്ചമി തിഥിയാണ്. പഞ്ചമി തിഥി 9:58 വരെയുള്ള സമയത്താണ് രാവിലെ ആണ് പഞ്ചമി തിഥിയുള്ളത്. അത് കഴിഞ്ഞാൽ ഷഷ്ഠി തിഥിയാണ്. നക്ഷത്രം വരുന്നത് ഭരണി നക്ഷത്രമാണ്. അത് 11:57 വരെയുള്ള സമയത്താണ് ഭരണി നക്ഷത്രമുള്ളത്. കരണം വരുന്നത് കഴുതക്കരണമാണ്. അതും രാവിലെ 9:58 വരെയുള്ള സമയത്താണ്. നിത്യയോഗം വരുന്നത് വ്യാഘാത നാമ നിത്യയോഗമാണ്. ഉച്ചയ്ക്ക് 1:43 വരെയുള്ള സമയത്ത് വ്യാഘാത നാമ നിത്യയോഗമുണ്ട്. ഞാറ്റുവേല പൂരം ഞാറ്റുവേലയാണ്. വർഷ ഋതുവാണ്. ദക്ഷിണ അയനമാണ്. ഇന്ന് ദിവസം വെള്ളി. ശുക്രൻ്റെ കാലഹോരയിൽ തുടങ്ങുന്ന ദിവസമാണ്. ഇന്ന് ഉദയം സംഭവിക്കുന്നത് രാവിലെ 6:17:29 ഉദയം സംഭവിക്കുന്നു. വൈകിട്ട് 6:22:46 അസ്തമയം സംഭവിക്കുന്നു. ദിനമാനം വരുന്നത് 12 മണിക്കൂർ 5 മിനിറ്റ് 17 സെക്കൻഡാണ്. പകലിൻ്റെ ദൈർഘ്യമാണ് ദിനമാനം. അത് ദിവസേന ഏതാനും സെക്കൻഡുകൾ വെച്ച് കുറഞ്ഞുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. രാഹുകാലം വരുന്നത് 10:49 തുടങ്ങി 12:20 വരെയുള്ള സമയത്താണ്. ഗുളികകാലം രാവിലെ 7:48 മുതൽക്ക് 9:18 വരെയുള്ള സമയത്താണ്. യമകണ്ഠകകാലം വരുന്നത് ഉച്ചകഴിഞ്ഞ് 3:21 തുടങ്ങി 4:52 വരെയുള്ള സമയത്താണ്. രാഹു, ഗുളിക, യമകണ്ഠകാലങ്ങൾ പൊതുവെ ദോഷകാലങ്ങളാകയാൽ ശുഭകർമ്മങ്ങൾക്ക് വർജിച്ചിട്ടുള്ളതാണ്. ഇന്ന് അഭിജിത് മുഹൂർത്തം വരുന്നത് 11:56 തുടങ്ങി 12:18 വരേക്കും, തുടർന്ന് 4 മിനിറ്റ് മധ്യം വർജിച്ചിട്ട് 12:22 മുതൽക്ക് 12:44 വരെയുള്ള സമയത്താണ്. ഈ അഭിജിത് മുഹൂർത്തം മറ്റ് മുഹൂർത്തങ്ങളില്ലാതെ വരികിൽ അന്നേ ദിവസം പ്രധാനപ്പെട്ട ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യാനുണ്ടെങ്കിൽ ഈ അഭിജിത് മുഹൂർത്തത്തിൽ അത് ഒരു സുമുഹൂർത്തമായിട്ട് എടുക്കാം എന്ന് ആചാര്യ സമ്മതമുള്ളതാണ്. ഇന്ന് ചന്ദ്രാഷ്ടമം വരുന്നത് കന്നിക്കൂറുകാർക്കാണ്. ഉത്രം, അത്തം, ചിത്തിര നക്ഷത്രക്കാർക്ക് അഷ്ടമത്തിൽ 8ാം ഭാവത്തിൽ ചന്ദ്രൻ വരികയാൽ ഇന്നത്തെ ദിവസം അവർക്ക് പൊതുവേ ശുഭമല്ല. ഇന്ന് പുതിയ സംരംഭങ്ങൾ തുടങ്ങുക, പ്രധാനപ്പെട്ട യാത്രകൾ പോവുക, ഇതൊക്കെ ഒഴിവാക്കേണ്ടതാണ്. ഇന്ന് നക്ഷത്രം വരുന്നത് ഭരണി നക്ഷത്രമാണ്. പൊതുവേ അനുകൂലമായിട്ടുള്ള നക്ഷത്രമല്ല. സാഹസകൃത്യങ്ങൾക്ക്, അതുപോലെ ദാരുണകൃത്യങ്ങൾ, ശത്രു സംഹാര സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, വിഷം, അഗ്നി മുതലായിട്ടുള്ളവ സംയോജിപ്പിച്ചുകൊണ്ടുള്ള കർമ്മങ്ങൾ, കൂപഖനനം, കുളം കുഴിക്കുക അല്ലെങ്കിൽ കിണർ കുഴിക്കുക മുതലായിട്ടുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള കർമ്മങ്ങൾക്കാണ് വിധിച്ചിട്ടുള്ളത്. മറ്റ് ശുഭകർമ്മങ്ങൾക്കൊന്നും ഭരണി നക്ഷത്രം വിധിച്ചിട്ടില്ല. പഞ്ചമി തിഥിയാണ്. എല്ലാ ശുഭകർമ്മങ്ങൾക്കും അനുകൂലമായിട്ടുള്ള ദിവസമാണ്. എങ്കിലും നക്ഷത്രം ഭരണി ആകൊണ്ട് ഇന്നത്തെ ദിവസം പൊതുവെ ശുഭകാര്യങ്ങൾക്ക് ഒന്നും നന്നല്ല. നമസ്കാരം.